പ്രിയമുള്ള കലാസ്നേഹികളെ, സെന്റ് പീറ്റേഴ്സ് കലാമാളിക അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ സിനിമാസ്കോപ്പിക് നാടകം ഇതാ നിങ്ങൾക്ക് മുമ്പിൽ. സ്വർഗവാതിൽ. തിരക്കിട്ട ജീവിതത്തിൽ കൈമോശം വന്നേക്കാവുന്ന കുടുംബ ബന്ധങ്ങളുടെ നേർക്കാഴ്ച, മാതാ പിതാ ഗുരു ബന്ധങ്ങളുടെ തകർച്ചയുടെ കാരണങ്ങൾ തേടിയുള്ള ഒരു യാത്ര. ആധുനിക യുഗത്തിന്റെ ശിഥിലീകരണങ്ങൾ പുതുതലമുറയെ ഗ്രസിക്കുന്ന വൻ വിപത്തായി മാറുന്നത് കാലഘട്ടത്തിന്റെ മൂല്യച്യുതിയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന യാഥാർത്ഥ്യം ഊന്നി പറയുന്ന ഈ ദൃശ്യാവിഷ്കാരം നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നിരവധി കുറ്റങ്ങളും കുറവുകളും ഉണ്ടായേക്കാവുന്നതാണ് ഈ സൃഷ്ടി എന്നതിനാൽ നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. നാടകരചന സംവിധാനം എഡ്വിൻ സി.കെ. ഇതടിക്കടാ, അതല്ലടാ മറ്റത്. കണ്ടില്ല? അങ്ങനെ തന്നെ നീനൊക്കെ വേറെ വരെ പാടിക്കും. ഞാൻ കളിക്കും, പക്ഷെ എന്റെ കൈക്കൊരു ചെറിയ വിറയുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലാം തട്ടി പഠിച്ചാൽ ആർക്കും പറ്റത്തില്ല. അതൊക്കെ വേറെ പഠിക്കുന്നില്ല. ചേട്ടൻ ഒളിച്ചിരിക്കുന്നു. അങ്ങനെ തന്നെ വേണം. മൂത്തവർ വാസം മുതലില്ലെങ്കിൽ ആദ്യം കഴിക്കും, പിന്നെ മതിരിക്കും. എടാ മക്കളെ, ചിമ്പാഞ്ചി മരത്തെ കിടന്നു അടിപൊളി. ഞങ്ങളുടെ ഒറ്റയടിക്ക് താഴെക്കിടാൻ വന്നതാണ്. നീ ഒന്ന് കോണം പിടിക്കുക. ഹലോ സുനിച്ചേട്ടാ. നമ്മുടെ അവസരപ്പെട്ടം പോയിട്ടാ. അയ്യോ, നമ്മുടെ ജോണിച്ചേട്ടാ. ആടാ, അത് തന്നെ. നീ എവിടാ? ഞങ്ങളുടെ ക്ലബിലുണ്ട്. നീ പോയില്ലേ? ഇതാ ഞാനും പ്രകാശിനെ എത്തി. എങ്ങോട്ടാ? എടാ, നമ്മുടെ ജോണിച്ചേട്ടന്റെ അപ്പൻ അവസരപ്പെട്ടം പറ്റും. എടാ, നമ്മുടെ ഗൾഫിലുള്ള ജോണിക്കുട്ടിയുടെ അപ്പനാണ്. അതിനെ കുറിച്ചേട്ടാ. അയ്യോ, അങ്ങനെ വരുന്ന ഞാനില്ലടാ. ഇത്രയും നേരമൊക്കെ ആയില്ലേ? അടുത്തൊക്കെ ഇനി നാളെ കാണുള്ളൂ. അവരൊക്കെ അവിടെ നിന്ന് വരണ്ടേ? തന്നെയല്ല, ഈ തണുപ്പത്തെ നിങ്ങളുടെ കൂടെ ഞാൻ അവിടെ വന്നിരുന്ന
നാളെ നിങ്ങൾക്ക് എന്റെ അടുത്തും കൂടെ കൂടേണ്ടി വരും. ആ എന്നാ ശരി. ആ പിന്നെ ടിക്സാ, എടാ നീ വരുന്നില്ലേ? നിന്റെ വീട് ആ ജോലിച്ചാന്റെ വീട്ടിൽ അടുത്തല്ലടാ. ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ ചേട്ടാ? മരിച്ചവര് പോയില്ലേ, പിന്നെ നേരം വൈകിയാ അമ്മ തീനാക്കും. ആ എങ്കിൽ ശരി. എന്നാ ശരി. ആ ആ പിന്നെ പ്രകാശ, നീയേ ആ സന്തോഷിനെ കൂട്ടി അവന്റെ വണ്ടി എടുത്ത് ശവപ്പെട്ടി അവിടെ ചെയ്യും. ഞാൻ സിറാജിനെ കൂട്ടി ഫ്ലെക്സ് ഒക്കെ അടിക്കാനുള്ള സെറ്റപ്പ് ചെയ്യും. ഓക്കെ ശരി. ആ എടാ പിന്നെ ഈ സന്തോഷമായിട്ട് എടുക്കുന്നേ 2 ടാർപ്പായി വലിച്ചു കെട്ടാം, പിന്നെ ഒരു 50 കസേര എടുക്കും. എല്ലാവരും സെറ്റ് ആയിക്കോളാം. നിങ്ങൾ അവിടെ എത്തിയാൽ മതി. ഓക്കെടാ, അതൊന്നും കൂടെ വരുന്നത് ഞാൻ അവിടെ വേണ്ടി. ശരിയാ, ഞാനും പറഞ്ഞേക്കാം. പിന്നെ ഇവന്മാരൊക്കെ പോക്കാണ്ടാവും. ഇവന്മാരവിടെ ചെല്ലില്ലേ അയാളാരും കുഴിയിലേക്ക് എടുക്കില്ലായിരുന്നു. ഞാൻ മുമ്പ് വിളിച്ചപ്പോ പറഞ്ഞല്ലേ, ഇനി ഞാൻ ഈ സമയത്ത് ഞാൻ ആരെ പറഞ്ഞതാണ്. ആ ശരി പക്കം നോക്കട്ടെ. എന്തായി സാധനം കിട്ടിയോ? കിട്ടിയവനെ കിട്ടിയില്ല. സംഭവം സെറ്റാണ്. പോയി വാങ്ങണം. എവിടെ? ടൗണിൽ പോണം. ടൗണിലോ? അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ. പറഞ്ഞു നോക്കി വേണമെങ്കിൽ മതി. വാങ്ങിയിട്ടുള്ള സമയം നേരെ വൈകി വീട്ടില് സീനാണ്. അതിനൊക്കെ ഞാൻ വഴിയുണ്ട്. നീ പോയി വാങ്ങിയിട്ട് വരും. അവൻ തെറ്റാക്കുന്നത്. നീ പോയിട്ട് വരുമോ? ആ ശരി. ആ ഇങ്ങോട്ടാണ് അവൻ വരാൻ പറഞ്ഞത്. ആ ഇവിടോട്ട് വരാനോ നമ്മളതാണ്. ഇപ്പൊ പോയിട്ട് പോരാൻ നേരായല്ലോ. നീ പിന്നെ വൈകിയല്ലോ. ആ സമയം 9 മണിയായി. ഇപ്പൊ തുടങ്ങും ആ തള്ളയുടെ വിളി. അല്ല നിന്നെ ഇന്ന് വിളിക്കില്ലല്ലോ. അതിന് ഞാൻ മുൻകൂർ ജാമ്യം എടുത്തു. എന്ത് പറഞ്ഞ്? നിന്റെ വീടിന്റെ അടുത്ത് ഏതോ ഒരു അപ്പാപം വെച്ചിട്ടുണ്ട്. ആ അവസ്ഥപ്പെട്ടു. ആ ഞാൻ നിന്റെ കൂടെ എവിടെയാന്ന് പറഞ്ഞു. എനിക്കെന്താ ഈ ഒരു നേരത്തെ തോന്നാഞ്ഞേ? തോന്നില്ല. ഈ നേരത്തെ നേരമല്ലായി, നീ വീട്ടിലേക്ക് വരുന്നില്ലേ? ഞാനിവിടെ അവസ്ഥയപ്പാട്ടും മരിച്ചില്ലേ, അവിടെ ഉണ്ട്. ഒരു മണിക്കൂർ കഴിയുമ്പോൾ വരാം. എന്നിട്ട് അപ്പച്ചൻ വന്നപ്പോൾ നിന്നെ അവിടെയൊന്നും കണ്ടില്ല എന്നാണെന്ന് പറഞ്ഞത്. സത്യം പറ, നീ ഇപ്പോൾ എവിടെയാ? അപ്പച്ചൻ അവിടെ വന്നിരുന്നു. നമ്മളവിടെ ഇല്ലാത്ത കാര്യം അവർക്ക് മനസ്സിലായി. നീ ഫ്ലെക്സ് കെട്ടാൻ സൗകര്യം വന്നിരിക്കാന്ന് പറഞ്ഞു. ആ അമ്മേ, ഞാനും ചിന്തയും കൂടെ കവലയിലെ അവസ്ഥയപ്പാട്ടിന്റെ ഫ്ലെക്സ് വെക്കാൻ വന്നേക്കുക. ശരി, നീ വേഗം വീട്ടിലേക്ക് വരാൻ നോക്കേ. ആ ശരി അമ്മേ. നീ എന്തിനാണ് എന്റെ പേര് പറഞ്ഞത്? അതിനിപ്പോ എന്താ? എന്താണ്? എടാ ഒരു നുണ പറയുമ്പോ മാക്സിമം സേഫ്റ്റി നോക്കണം. ഇനി എന്നെ അവിടെ എവിടെയും വെച്ചാൽ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടാളും പെടില്ലേ? പിന്നെ അത്രയും ബുദ്ധി നമ്മുടെ അപ്പനും അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചെയ്ത ഏതെങ്കിലും കള്ളം അവരെ പിടിച്ചേനെ. ഇതിപ്പോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതും ശരിയാ. ഈ നാശം പിടിച്ചവനെ കാണാനും ഇനി വല്ല പോലീസും പൊക്കിയോ? പോലീസോ? ഞാൻ വെറുതെ പറഞ്ഞതാ, അങ്ങനെയൊന്നും ഉണ്ടാകാൻ. അല്ല എന്നാ പിന്നെ ഞാൻ പിടിച്ചു നോക്കിയാലോ? എടാ പൊട്ട, എന്നിട്ട് വേണം നമ്മളോട് കൊടുക്കാൻ. വരട്ടെ, വെയിറ്റ് ചെയ്യാം. ആ ശരി. അവൻ വന്നെന്ന് തോന്നുന്നു. എവിടെ പോയി കിടക്കായിരുന്നോ? ഒന്നും പറയണ്ട ബ്രോ. മൂന്നാർത്തല്ലേ ആ മനുഷ്യന്മാരെ ചെക്കിങ്ങോ? ഇന്നലാണ്ട് അറിയാവുന്ന കഴിയ ഞാനോട് മറ്റേ രക്ഷപ്പെട്ടത് പറയാം. എന്നിട്ട് പോയ കാര്യം ഇന്നലെ നമ്മളെ തെറ്റാക്കി സെറ്റാക്കിട്ടോ. ആ ഓക്കെ. പോത്ത് വേറെ ഒന്നും വന്നിട്ടുണ്ടോ? ഇത് തന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞ സംഭവം. എന്താ സാധനം? അതൊക്കെ ഉണ്ട് മോനെ. നിങ്ങളൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവുന്നു. അതെന്താ ഞങ്ങൾക്ക് കാണാത്ത സാധനം? ഇത് വലിച്ചാ എന്താ? നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ഒഴുകി നടക്കില്ലേ, ഒരു ഭാരമില്ലാതെ ഇങ്ങനെ അല്ലേ? നമ്മളിതൊക്കെ പറയാൻ പറ്റില്ല. എന്താ അതുപോലെയല്ല. എന്നാ
ഇവൻ ഐറ്റം വേറെ ഒറ്റ ലൈൻ അടിച്ച നമ്മളിങ്ങനെ പറന്ന് സ്വർഗത്തിന്റെ മുന്നിൽ സ്വർഗമാനം നമുക്ക് തുറന്നു വയ്ക്കും. പിന്നെ നമ്മളെ സ്വർഗത്തിന് ഇങ്ങനെ പറന്ന് അങ്ങനെ എടാ നമുക്കും കൂടെ തരാൻ പറയണം നിന്റെ ബോസിനോട്. നമ്മളെ കൊണ്ട് താങ്ങൂല മോനെ. ഇത് കണ്ടോ, ഇതിന് തന്നെ രൂപ 5000. 5000 രൂപയോ? ആരാടാ ഇതൊക്കെ ഇത്ര വിലോട്ട് മേടിക്കാൻ? അതൊക്കെ ഉണ്ട് മോനെ. നീയൊന്നും അല്ല, ഈ നാട്ടിൽ ഒരാൾക്ക് പോലും ചിന്തിക്കാത്ത ചിലർ. അതാരാടാ? ഞങ്ങളോട് കൂടി പറ. സോറി മക്കളെ, ചോദിക്കരുത്. പിന്നെ ഈ ഡീല് കഴിഞ്ഞാൽ നമുക്ക് 3 ആൾക്കുള്ളത് ബോസ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും? എന്നാ പിന്നെ നമുക്ക് ഇത് വെച്ച് ഈ ഭൂമിയിലെ സ്വർഗത്തിലൂടെ ഒഴുകി നടന്നാലോ? ആഹാ, നീ കത്തിക്കും. ആ ഞാനമ്മേ, കഥവും തുറക്ക്. ഒരുവിധം നേരമായ നിനക്കിങ്ങ് പോകുന്നുണ്ട്. ഞാനിവിടെ ഒറ്റയ്ക്കല്ല. ഞാൻ പോകുന്ന അമ്മേ. അപ്പോഴാണ് നമ്മുടെ ജോണി ചേട്ടന്റെ അളിയനും പെങ്ങളും വന്ന കാറ് കേട്ടത്. അപ്പോൾ ഞാൻ സന്തോഷത്തോടെ പോയിട്ട് അവരെ കൂട്ടാൻ പോയി. അവരെ ഈ രാത്രിയിൽ ആ കാട്ടിൽ പോരാൻ പറ്റുമോ? ആ, നീ ഒരു പെണ്ണ് കെട്ടിയിരുന്നെങ്കിൽ അവളെങ്കിലും എനിക്ക് കൂട്ടായി ഉണ്ടായിരുന്നു. എന്റെ പൊന്ന അമ്മേ, ഞാനത് നോക്കാനുണ്ടാണോ? ഏതേലും ഒന്ന് ഒത്തു വരണ്ടേ? എങ്ങനെ ഒത്തുവരാനാ? സാധാരണ മനുഷ്യര് ജീവിക്കണ പോലെ പണിക്ക് പോയി അവനവന്റെ കാര്യം നോക്കി സമയത്തിന് കാലത്തിന് വീട്ടിലെത്തി ജീവിക്കണം. അല്ലാതെ നാട്ടുകാരുടെ കാര്യം നോക്കി നടന്ന പെണ്ണും കിട്ടില്ല, നല്ല ജോലിയും കിട്ടില്ല. മോനെ ജോസൂട്ടി, അമ്മച്ചിയുടെ പ്രാർത്ഥന നീ ഒന്ന് കെട്ടാൻ നോക്കി. അതിപ്പോ ആരായാലും അമ്മച്ചിക്ക് കുഴപ്പമില്ല. ഒരൊറ്റ നിർമ്മത്തെ അമ്മച്ചിക്കും. അവള് ദൈവവിശ്വാസിയായിരിക്കും. മോൻ വല്ലത് കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചോളാം. അമ്മ പോയിക്കോ. അമ്മച്ചിക്ക് അവനോട് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. നീയോ? ഇല്ലടാ, എത്തിയിട്ടില്ല. അല്ല, നീ അപ്പൊ മരിച്ചോടത്തോട്ട് പോയില്ലേ? പോണം. അതെങ്ങനെയാ ഇവിടെ വന്ന് ഒപ്പിടാതെ പോകാൻ പറ്റുമോ നിനക്ക്? എടാ, ഞാനൊരു കാര്യം പറയാം. നീ ഇങ്ങനെ ദിവസവും ഇവിടെ വന്നു നിന്നിട്ട് ഒരു കാര്യമില്ല. നീ അവളോട് കാര്യം തുറന്നു പറയും. അല്ലെങ്കിൽ അവളുടെ അപ്പനോട് കാര്യം പറയടാ. അപ്പൻ സമ്മതിച്ച നിനക്ക് ലോട്ടറി അല്ലടാ മോനെ. അതിന് ഞാൻ അവിടെ സ്നേഹിച്ചത് അവളുടെ അപ്പന് സുഖോണ്ടിരിക്കുന്നല്ലോ. ഇത് നീ മനസ്സിൽ വെച്ചെടുത്തിട്ട് കാര്യമില്ല. അവളോട് കാര്യം പറയണം. വരുന്നുണ്ടോ? നിനക്കൊരു 5 മിനിറ്റ് നേരത്തെ വന്നിട്ടേ എന്തിന്? ആ ജോസൂട്ടി എത്ര നേരെ വന്നു നിൽക്കുന്നു? ഒന്ന് പോയി. എന്തായാലും അവനായി വന്ന് നിന്നോട് ഇഷ്ടം പറയുന്നു എനിക്ക്
എന്ത് നിനക്കവന് ഇഷ്ടമാണ്? അതൊന്നും അപ്പച്ച സമ്മതിക്കില്ല. അപ്പൊ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? അല്ല, ഇതുവരെ മിസ്സൊന്നുമില്ലല്ലോ. ശരിയാണല്ലോ. അത് അനന്തം പറ്റിയിട്ടോ? അതെ, ആ അനന്തം പറ്റിയിട്ടോ മോളെ? ആ കൊച്ച് ബാംഗ്ലൂരങ്ങനെ പഠിക്കല്ലേ? ശരിയാണല്ലോ, കണ്ടിട്ട് അതിനെപ്പോലെ തന്നെ ഉണ്ടല്ലേ? ഇതാണ് ന്യൂജൻ ലവ്. കാണുന്നു, ഇഷ്ടപ്പെടുന്നു, ലവ് ലെറ്റർ കൊടുക്കുന്നു. നീയൊക്കെ ഇങ്ങനെ നടന്നോ? കണ്ടോ? എടാ എന്തോ നീ എന്നാടാ എന്റെ പ്രേമമാണോ? അയ്യോ, അതെന്താടാ, അതത്ര മോശം പരിപാടിയാ. എന്റെ ചേട്ടാ, ഞാൻ അവർക്ക് ഉപ്പ് കൊടുക്കാൻ വന്നാ. ന്യൂജനാണേലും പഴയ ജനാണേലും പ്രേമിക്കുന്നെങ്കിലേ ഒരിത്തിരി ധൈര്യമൊക്കെ വേണം. ഞാനെന്നെ നോക്കിയത് എന്നോട് ചോദിച്ചാൽ അറിയുള്ളൂ. ഞാൻ വിചാരിച്ചു എന്റെ കുഞ്ഞാളന്മാരും പള്ളിയന്മാരും ഉണ്ടെങ്കിലേ ഞാനായി കുറച്ച് വെച്ച് അവരെ ശല്യപ്പെടുത്തുണ്ടാവും. പുണ്യാളന്മാര് പള്ളിയുടെ മുകളിലല്ലേ കുഞ്ഞാളന്മാരല്ല അച്ഛോ, അവർക്ക് എവിടെ വേണേലും ഇരിക്കാം. ശരി ശരി, എന്താ ഒന്നുമില്ലേ? നോക്കോ, 200 തകഞ്ഞില്ല. ജനങ്ങൾക്കൊന്നും പഴയ പോലെ ഒരു വിശ്വാസം ഇല്ലല്ലോ. പേരെ ജനങ്ങൾക്കൊക്കെ നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടാ ഈ നേർച്ചപ്പട്ടിയിൽ പൈസ വിടാം. കർത്താവ് കൈക്കൂലി വാങ്ങില്ലെന്നും വിളിച്ചപേക്ഷിച്ച കൈവിടില്ലെന്നും ഈ നാട്ടുകാർക്കെല്ലാം നല്ല വിശ്വാസമുണ്ട്. അപ്പം നമ്മുടെ പള്ളിയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തി വെച്ചോ? പള്ളിയിലെ കാര്യങ്ങളൊക്കെ എന്റെ തമ്പുരാൻ നന്നായിട്ട് നടത്തി തരുന്നത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതോർത്ത് എന്റെ കപ്പ്യാർ വിഷമിക്കില്ല കേട്ടോ. എന്താ ഈ വിളിച്ചത്? അതെന്താ വെച്ചാ അങ്ങനെ ഒരു ചോദ്യം? ഞാനും ഈ ഇടവകയിലെ അംഗമല്ലേ? അംഗമൊക്കെ തന്നെ. 2 വർഷമായി ഞാൻ വന്നിട്ട് ഞായറാഴ്ച കുർബാനയ്ക്ക് പോലും ഗോപ്പൻ അണി വിളിക്കുന്നുണ്ട്. ഓ, എന്താ പേരെ, ഇതിനൊന്നും ആരും ഒന്നും ഇടാറില്ലേ? ഇന്നലെ വിശേഷിച്ച് അമ്മ മരിച്ചതിന്റെ ഓർമ്മ ദിവസമായിരുന്നു. ഒന്ന് സിമിത്തേരി വരെ പോയി പ്രാർത്ഥിച്ചിട്ട് വരുക. പക്ഷേ എല്ലാ ദിവസവും പള്ളി വരുന്ന ഡോക്ടർമാരെയാ സൂസൻ ചേച്ചിക്ക് ഇന്ന് കാണാനല്ലോ. കുഴിയിലെങ്കിലും ഇത്തിരി സമാധാനം കിട്ടിക്കോട്ടെ എന്ന് കരുതി ഡോക്ടറെ വിളിച്ച് കാണില്ല. അല്ലേ സാറേ? അച്ഛോ, അപ്പേരെ അച്ഛോ, ഞാനൊരു കാര്യം പറയാനാ ഇപ്പൊ ഇങ്ങ് വന്നത്. നാളെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. അച്ഛൻ വരണം. എന്നാ വിശേഷം? മോളുടെ ബർത്ത്ഡേ ആണ്. വലിയ ആഘോഷമൊന്നുമില്ല. ഞങ്ങളുടെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സും അവരുടെ ഫ്രണ്ട്സും. അച്ഛൻ വരണം. പിന്നെ കവ്യാരും. എന്നാ ശരി അച്ഛോ. ഡോക്ടറെ, മോളെന്നാ ചെയ്തത്? മോളിപ്പോ എൻട്രൻസിന് വിളിക്കോ? എൻട്രൻസ് എഴുതാനേ. എന്നാ നാളെ പണം കേട്ടോ അച്ഛൻ. അപ്പേരെ പേര് കഴിഞ്ഞ ആഴ്ച സൂസൻ ചേച്ചി പള്ളി വന്നപ്പോഴേ ആ കൊച്ചെ ബാംഗ്ലൂരിൽ മെഡിക്കൽ എൻട്രൻസ് പഠിക്കുമെന്നോ നിർത്തി വന്നപ്പോ ഇപ്പോ ഫാഷൻ ഡിസൈനിങ് എന്തോ പഠിക്കുമെന്നല്ലേ? അച്ഛോ, ആശുപത്രിയിലെ തിരക്ക് കഴിഞ്ഞിട്ട് വീട്ടുകാരി നോക്കാൻ ഡോക്ടർക്ക് ഒരു സമയമില്ല.
നിത്യപിതാവായ പരിശുദ്ധാത്മാവായ സർവേശ്വരായിരിക്കും. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. ഭക്ഷണം കഴിക്കാതെങ്കിൽ പറയാൻ കേട്ടോ സാർ. താങ്ക് യു. അശ്വതി ചോദ്യമൊക്കെ എവിടെ? അവരെ കുറെ നേരത്തെ കാണാനില്ലല്ലോ. നീ വേഗം തന്നെ മുന്നിൽ എല്ലാവരും സെറ്റപ്പാ ബിയറാ അതൊക്കെ വേണം. നീ വേഗം ചെയ്യും. അല്ല കലാകാരനോട് എങ്ങനെയാ പറഞ്ഞിട്ട് ഇവിടെ സെറ്റ് ആണെന്നാണല്ലോ. അതൊക്കെ സത്യാവുള്ളൂ. കണ്ടില്ലേ ഇതൊന്ന് വെയിറ്റ് ഞാൻ ഫ്രണ്ട്സിൻ്റെ മൊബൈൽ വിളിക്കാൻ മുറിഞ്ഞില്ലേ നമ്മൾ വിളിച്ചത് എന്തിനാണ് കസ്റ്റമർക്ക് മുന്നിലേക്ക് വരുന്നത്? എന്തിനാണെങ്കിൽ മൊബൈൽ വിളിക്കാൻ പറയുന്നത്. ശരി ശരി, സമയമാകുമ്പോൾ എല്ലാവരും കൂട്ടി വരും. ശരി. ഇതെന്താ? ഇതാണ് മോളായിട്ട് ഒരു സൂപ്പർ സ്റ്റാർ. നീ എനിക്ക് ഫേക്ക് ചെയ്തോട് സെറ്റ് ആക്കട്ടെ. അല്ല ഇതെങ്ങനെ വെള്ളത്തിൽ കളഞ്ഞ് കുടിക്കാനാണോ? എല്ലാം ചേച്ചി പഠിപ്പിച്ചു തരാം. നീ ഇവിടെ ഇരിക്കും. ആദ്യം വീഡിയോ ബർത്ത്ഡേ എനിക്ക് വേണ്ട. ബിയറുണ്ട്, അതിനെ നോക്കാം. അതൊക്കെ അടിച്ചാൽ വീട്ടിൽ മണം പിടിക്കും. ഇതാകുമ്പോൾ ഒരു പട്ടിക്ക് പോലും മണം കിട്ടില്ല. എന്നാലും ഒരെല്ലാരും ഇല്ല. ഇതിങ്ങനെ എടുക്കാം. അത്ര എടുക്കുന്ന അതാണ്. ഇതിന് എത്രയായാലും 3000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് പറഞ്ഞില്ല. എടി നിങ്ങളെന്താ പറഞ്ഞേ? സ്കൂട്ടറിൽ എനിക്ക് എന്ത് ചെയ്യണം? സ്കൂട്ടറിൽ കിടാൻ പറ്റില്ല. തൽക്കാലം കൂടുതൽ കിട്ടട്ടെ. കുറച്ചേക്ക് ശരിയാവും. ഇല്ലെങ്കിൽ ഫ്രഷ് ആക്കിയിട്ട് രാത്രി വിടാം. ശരി, ഞാൻ നമുക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയി. ചോദിച്ചേട്ടാ പോയിക്കട്ടെ കേട്ടാ. ഞാൻ നേരത്തെ കണ്ടു ഒക്കെ കഴിക്കാൻ മതി കേട്ടോ. ഞാൻ വന്നപ്പോ കൊണ്ടുവന്നല്ലോ. വെള്ളമൊക്കെ വെച്ച് അടിക്കട്ടെ. മുമ്പ് പാടിയാലോ എന്നാ കരളോ ആർക്കുണ്ടായിട്ട് ചേസ് എന്റെ ജോലിച്ചുള്ള നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടേക്കും വരണം. എന്നാലേ നമുക്ക് തോന്നുന്നു കൂടാൻ പറ്റുള്ളൂ. സത്യത്തിൽ തിരിച്ചു പോകാനേ തോന്നുന്നില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് നോക്കിയാലോ? ഓ, ഇതൊക്കെ എല്ലാ ഗൾഫുകാരും പറയുന്ന ഡയലോഗല്ലേ. എന്നിട്ടോ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാനുള്ള വഴി. അതും ശരിയാ. സത്യത്തിൽ
അതൊരു ജയിലാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും ഒരു നമ്പർ 1 5 സ്റ്റാർ ജയിൽ. 1 2 3 ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാ പാവം പ്രവാസികൾ. വല്ലപ്പോഴും ഇതുപോലൊരു അവധി, ഒരു പരോൾ. നമ്മൾ ഇവിടെ കൂടുന്ന പോലെയൊന്നും ആ നാട്ടിൽ ചെന്ന് കൂടാനൊക്കത്തില്ലല്ലോ. ഈ ഗൾഫുകാരല്ല ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഇത് കേൾക്കാത്തോളം നിങ്ങളവിടെ കൂടാറേ ഇല്ലാതെ കൂടാറുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ കൂടുന്ന ഈ സെറ്റപ്പില് അവിടെ കൂടിയാൽ എങ്ങനെയാണ്? നീ കഴിക്കും. ഞാൻ കരുതി നീ വരികയായിരിക്കും. ജോസൂട്ടി വരാതെ പറഞ്ഞാൽ വന്നിട്ട് വരാന്ന് പറഞ്ഞിട്ട് ജോസൂട്ടി വരാതിരിക്കരുത്. വരാതിരുന്നാലോ ജോസൂട്ടി വരാതിരിക്കില്ല. എത്ര തിരക്കാണേലും ജോലിച്ചേട്ടൻ ഇതൊന്നും മേടിക്കാൻ മറക്കത്തില്ലല്ലേ? ജോലിക്കുട്ടി, ഏതൊരു ഗൾഫുകാരനും എയർപോർട്ടിൽ വന്നിറങ്ങിയ പയ്യെ അറിയാതെ ആ ബ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്ക് ഒന്ന് പോകും. പിന്നെ പയ്യെ പോകും. പിന്നെ 2 എണ്ണം വാങ്ങും. അതൊരു ശീലമാണ് ജോലിക്കുട്ടി, ശീലം. നീ അടി തുടങ്ങിയോളാം. അവനോ ബെസ്റ്റ്. വല്ലപ്പോഴും ഒരു പേര് കഴിച്ചാൽ അത് ഞാൻ നിർബന്ധിച്ചത്. അതുകൊണ്ടല്ലേ ഞാൻ ആ ചെറുക്കന്മാരെ കുറച്ചുവിട്ട് 2 ബീർ മേടിപ്പിച്ചത്. എന്തിനാ എന്റെ ജോലിച്ചേട്ടൻ? എന്റെ ഒരു സന്തോഷത്തിന്. അല്ലാണ്ട് പിന്നെ ഞാൻ ഇതെല്ലാം മാറ്റി തോന്നുകൊണ്ട് വരുന്നത്. ഗൾഫിൽ പോയി എത്ര പുത്തനുണ്ടാക്കിയിട്ട് എന്താ കാര്യം? എന്റെ കുടുംബത്തിൽ എനിക്കൊരാവശ്യം വന്നപ്പോൾ നീക്കെല്ലാം ഉണ്ടായിരുന്നു. എന്ത് കാര്യം? അതൊക്കെ ഇവിടെ എല്ലാരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ ജോലിച്ചേട്ടാ? ആരെല്ലാരും ചെയ്യുന്ന ആരും ചെയ്യണ. ഇന്നത്തെ കാലത്ത് അതിനൊന്നും ഒരുത്തനും നേരമില്ല. ചേട്ടൻ ഇവനൊരു വിസ ഒപ്പിച്ചു കൊടുത്തു. ഇവിടെ ഈ ഓട്ടോ ഓടിച്ചാണെങ്കിൽ എന്നാ കിട്ടാൻ? ലോൺ അടഞ്ഞു പോകും. ഞാൻ ചോദിക്കാൻ കിട്ടാണോ? ആരോഗ്യക്കുട്ടി അതൊന്നും വേണ്ടതേ. ഞാനിവിടെ പോയാൽ പിന്നെ ഇവിടെ എന്റെ അമ്മയ്ക്ക് ആരോ കൊടുക്കുന്നു. നീ എന്ത് വർത്താനം ജോസൂട്ടി പറയണേ? നീ ഒരു കല്യാണം കഴിക്ക്. അപ്പൊ അമ്മയ്ക്ക് കൂട്ടായിട്ട് വീട്ടൊരാളാവൂലോ. ഇവൻ ആലോചിക്കാൻ കിട്ടാണെന്ന് ചേട്ടന് വിചാരം. ഇപ്പൊ ഒരു പെണ്ണ് കാണാൻ ചെന്ന എന്തൊക്കെയാ ചോദിക്കുന്നത്? ചെറുക്കനെന്താ ജോലി? എന്ത് വരുമാനം കാണും? സ്വന്തമായി വീടുണ്ട്, കാറുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ടോ എന്നൊക്കെ. അതൊക്കെ നാട്ടു നടപ്പല്ലടാ. ഇവനെയല്ലേ കെട്ടാൻ പോകുന്നേ. അപ്പൊ പിന്നെ ഇവനെ പറ്റി വേണ്ടി അന്വേഷിക്കാൻ. കെട്ടിയ പെണ്ണിനെ പട്ടിണിക്കിടാതെ ഇവൻ നോക്കും. ആദ്യം എനിക്ക് ഉറപ്പാണ്. ചേട്ടന് സംശയം ഉണ്ടാകാം. ആര് ജോസൂട്ടിയെ കുറിച്ചോ? ഇവൻ കെട്ടിയ പെണ്ണിനെ നന്നായിട്ട് നോക്കും. നോക്കും. ചേട്ടന് സംശയം ഉണ്ടാകാം. എനിക്ക് ഒരു സംശയം പണ്ടേ ഇല്ലല്ലോ. അതല്ലേ ജോസൂട്ടി നീ വന്നടാ. നീ എന്തായാലും പിണങ്ങിമാറി നിൽക്കും. എനിക്ക് ഇതിന്നൊരു തുള്ളി അടിച്ചാലെന്താ? എനിക്ക് വേണ്ട ചോദിക്കണം. നീ എങ്ങനെ പറയലടാ മുട്ടേ? നമ്മൾ സന്തോഷം വരുമ്പോഴും കല്യാണം വരുമ്പോഴും ഒക്കെ ഇതിന് 2 എണ്ണം എടുത്തങ്ങ് പിടിക്കും. അപ്പൊ നമ്മുടെ സങ്കടമൊക്കെ അങ്ങ് പോകണം. അത് പോകും. കഴിക്കല്ല ജോസൂട്ടി. എന്റെ ഒരു സന്തോഷത്തിന് നീ വിഷമിക്കണ്ടടാ. നിനക്ക് നല്ല പൂ പോലത്തെ ഒരു പെൺകുട്ടിയെ തമ്പുരാൻ കൊണ്ടിട്ടൂടാ. തമ്പുരാൻ അത് സത്യം. അത് സത്യമാണ്. ജോലിച്ചേട്ടാ നീ ജോലിച്ചേട്ടനല്ലേ നീ കഴിച്ചു. എനിക്ക് മതി. എനിക്ക് വേണ്ട. മതി. ഒരു പാട്ട് പാടാം. നാടൻ പാട്ട് പാടല്ലോ കുട്ടി. പാട്ട് പാടാം.
ഞാൻ പിന്നെ ആരെ വിളിച്ചു? എവിടെ നിന്ന് ഇങ്ങനെ തപ്പിയെടുക്കാനും ഇപ്പൊ ശരിയാക്കി തരാൻ നിങ്ങൾ എന്തായി മെമ്പറെ പ്രശ്നം എന്തെങ്കിലും? പ്രശ്നമാണ് പ്രകാശ. മെമ്പറെ, ഞാൻ പറഞ്ഞിട്ട് അവനാ ബീർ കഴിക്കുന്നത്. അതിന്റെ ഫൈൻ എത്രയാണുള്ളത് അത് ഞാൻ അടച്ചോളാം മെമ്പറെ. അതൊന്നും അല്ല പ്രശ്നം. പിന്നെ ആ പെൺകൊച്ചിന് ഇതുവരെ ബോധം വന്നിട്ടില്ല. ഈ ഏത് പെൺകൊച്ചിന്? അപ്പോ നിങ്ങൾ കാര്യമൊന്നും അറിഞ്ഞിട്ടല്ലേ? ഇല്ല. നമ്മുടെ സൈക്കിൾ സെൻസറിന്റെ മകളില്ലേ, റിയയോ ആ ഡിഗ്രിക്ക് പഠിക്കണം. ഓ റിയ. ആ അത് തന്നെ. ആ കൊച്ചുമായി ജോസൂട്ടി എന്തോ സെറ്റപ്പിന് പോകുമായിരുന്നു. എങ്ങോട്ട്? എന്ത് സെറ്റപ്പ്? ഇത്ര നേരം ഞാൻ അവന് ഒരുമിച്ചായിരുന്നു. ഇപ്പോഴവനെ വീട്ടിൽ ഇറക്കിയിട്ട് അവന്റെ വീട്ടിലേക്ക് പോയതേ ഉള്ളൂ. എന്റെ മെമ്പറെ, ഇതിലെന്തോ ഒരു ഗെയിം നടക്കുന്നുണ്ടല്ലോ. മെമ്പർ ഒരു കാര്യം അവനെ വിളിച്ച് കാര്യമായിട്ടൊന്ന് ചോദിക്കും. അവൻ സത്യം പറയും. അതെനിക്കറിയാം. അവനോട് ഞാൻ സംസാരിച്ചു. അവൻ പറയുന്നത് ആ പെങ്കൊച്ച് ഒറ്റയ്ക്ക് ബൈക്കില് എസ് പോലെ വളഞ്ഞു കുളഞ്ഞു വന്ന് വീണു. അവിടുന്ന് എണീറ്റ് വണ്ടി പൊക്കാൻ നേരം ഇവനടുത്തേക്ക് ചെന്നു. അപ്പോ എന്തൊക്കെയോ പിച്ചുമ്പയും പറഞ്ഞ് പിന്നെയും വീഴുന്നു. അവൻ അതിന്റെ മുഖത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നേരം പോലീസ് പിടിക്കണേ. അത് തന്നെയായിരിക്കും സംഭവിച്ചത്. പക്ഷേ ജോസൂട്ടി മദ്യപിച്ച് വണ്ടി ഓടിച്ചില്ലേ, അതിനാ ഇപ്പൊ FIR ഇരിക്കുന്നത്. മെമ്പറെ, ഞാൻ പറഞ്ഞിട്ട് അവനെ ബീർ കഴിച്ചത്. അത് മുഴുവൻ കഴിച്ചില്ല. അതിന്റെ ബാക്കി ഞാനാ കഴിച്ചത്. മെമ്പറെ, അവനെ ഇങ്ങോട്ട് ഇറക്കി വിടാൻ പറ. ഫൈൻ എത്രയാണെന്നത് ഞാൻ കെട്ടിക്കോളാം മെമ്പറെ. ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് അത് കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ നോക്കിക്കോളാം. പക്ഷേ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പെൺകുട്ടിയുടെ മൊഴി ബോധം വന്ന അതെന്തൊക്കെയാ വിളിച്ച് പറയാനറിയില്ല. അതിൽ ഇവനെതിരായ എന്തെങ്കിലും പറഞ്ഞ കേസ് വേറെയാകും. സ്ത്രീ പീഡനമാ, സ്ത്രീ പീഡനം. എന്നെ കൊണ്ട് മറക്കണം. കഴിഞ്ഞ ആഴ്ച തീവ്രതയിലൂടെയൊക്കെ ഓട്ടം പോയി കഴിഞ്ഞപ്പോഴും ഫുള്ള് മേടിച്ചില്ല പറഞ്ഞപ്പോ അവൻ അന്ന് പറഞ്ഞൊരു ഡയലോഗ്, അവനെയാണ് കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചതിന് പോലീസ് പിടിച്ചിട്ട് സ്റ്റേഷനിൽ കിടക്കുന്നത്. എന്നിട്ടും ചേട്ടനാണ് വാങ്ങി തരുകയും ചെയ്തു. ചേട്ടനാണ് വാങ്ങി കുടിക്കുകയും ചെയ്തു. എന്നിട്ട് അവനെ കുറിച്ച് പിന്നെ പറയാൻ തോന്നി. എന്നാലോ പെങ്കൊച്ചായി എടി മേരി, നീ അറിഞ്ഞോ? എങ്കിൽ നീ മാത്രമേ അറിയാൻ നീ നാട്ടിൽ പോയി. ചേച്ചി കാര്യം പറ. കുറിച്ച് വണ്ടി ഓടിച്ചു കേട്ടത്. ആ പയ്യൻ ഒരു പാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാവം ലൈസൻസ് കിടക്കുന്നതെല്ലാം കഴിക്കുന്നു. പിന്നെ ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടാകുന്ന സത്യമാണ് ചേച്ചി. സത്യമാണോ നമ്മളാണോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ. ഞാൻ കേട്ടല്ലോ. ഓ ഇതാ വരുന്നു. പിന്നെ ഈ കാലോട് ഞാൻ നട്ടോ. അവനെ എങ്ങനെ അറിഞ്ഞോ? അവനെ വണ്ടി ഓടിക്കുന്ന ജോസ്കുട്ടിയില്ലേ, അവനെ പോലീസ് പിടിച്ചു. അത് കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നതാണ് കേട്ടത്. അങ്ങനെ കണ്ടൊന്നും പിടിക്കില്ല. എനിക്ക് അറിയാതെ പിടിക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുടിക്കില്ലായിരിക്കും. നിങ്ങളെ പോലെ ഒന്ന് പയ്യെ നാട് കിടക്കാം. നാട്ടുകാരെ കൂടെ അറിയിക്കും. നീ എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ ഇല്ലാത്ത പറഞ്ഞ നടക്കലേ എന്റെ പേര് ജോസൂട്ടി തന്നാണ്. അവരൊരു പ്രത്യേകം ഉപയോഗിക്കുന്നതല്ല. ഉറപ്പാ. അത്ര വലിയ ഉറപ്പാണെങ്കിൽ നമ്മുടെ മോളെ അങ്ങനെ വ്യക്തി കൊടുക്കും. അല്ല പിന്നെ കെട്ടിച്ചു കൊടുക്കുകയും എന്റെ മകൾ നമ്മുടെ ഇഷ്ടമാണെങ്കിൽ അതും ചെയ്യും. അവനത്തേക്ക് ആശുപത്രി ഉറപ്പായേ ഉള്ളൂ. അത് ആവശ്യത്തിലുള്ള എന്റെ ഉള്ളൂ. എന്നാലും നമ്മുടെ ജോസൂട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ. എനിക്ക് അതാ അത്ഭുതം. എല്ലാവരും ജോസൂട്ടിയെ കുറ്റം പറയല്ലേ. ഞാനാ പെൺകുച്ചിനെ കുറ്റം പറഞ്ഞു. എന്താകും സമ്മതമാണെങ്കിൽ സണ്ണിച്ചേട്ടനോട് പറഞ്ഞിട്ട് നമുക്ക് ആ നാട്ടിൽ കൊടുക്കായിരുന്നു.
പ്രായമൊന്നും നോക്കണ്ടായിരുന്നു അല്ലെ ത്രേസ്യ ചേച്ചി? എന്താണ് തണ്ണിച്ചേട്ടാ, എന്താണ് ഇവര് പറയുന്നത്? എന്താണ് ഇൻസ്പെക്ടർ താങ്കൾക്ക് ഇയാൾക്കെതിരെ കേസ് എടുക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? അതിന് താങ്കൾ ആരാണോ എനിക്ക് മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് അഡ്വക്കേറ്റ് ആനന്ദ്, ക്രിമിനൽ ലോയറാണ്. അത് താങ്കളാണോ? ഞാൻ താങ്കളെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഏതെങ്കിലും കേസിന്റെ ഉപദേശത്തിനാണെങ്കിൽ നമുക്ക് പിന്നീട് ഇരിക്കാം. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് എന്റെ അയൽവാസിയായ സണ്ണിച്ചേട്ടന്റെ മകളിന്റെ കേസിനെ പറ്റി സംസാരിക്കാൻ. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു അതിക്രമം നടന്നിട്ടും ഇയാൾക്കെതിരെ ഒരു ആക്ഷൻ പോലും തനിക്ക് എടുക്കാൻ പറ്റാത്തത്? അയാൾ ചെയ്ത കുറ്റത്തിന് അയാൾ തീർച്ചയായിട്ടും ശിക്ഷ ലഭിക്കും. അതിന്റെ കേസിട്ട് വിടുന്നു. വക്കീൽ കാണാം. അയാൾക്ക് കെട്ടിവെക്കണം സാറേ. ഇതെന്താണ് ഡ്രങ്ക് ആൻഡ് ഡ്രൈവ്? ഒരു പെറ്റി കേസ് ചാർജ് ചെയ്യാൻ കഴിയുന്ന ഒരു ക്രൈമാണോ മിസ്റ്റർ ഇൻസ്പെക്ടർ ഇയാൾ ചെയ്തു വെച്ചിരിക്കുന്നത്? എട്ടും പൊട്ടും തിരിയാത്ത ഒരു സ്കൂൾ വിദ്യാർത്ഥിക്ക് മദ്യം കൊടുത്ത് മയക്കി ആരുമില്ലാത്തടത്ത് കൊണ്ടുപോയി പീഡിപ്പിക്കാനായിരുന്നു ഇവന്റെ പ്ലാൻ. ഇവനെ കുറിച്ച് ഞാൻ തിരക്കി. കല്യാണം കഴിക്കാൻ പെണ്ണ് കിട്ടാതെ വെറി പൂണ്ടുന്ന കാമപ്രാന്തനാണ് ഇവൻ. വക്കീലാണ് പോലീസ് സ്റ്റേഷനാണെന്ന് ഞാൻ നോക്കുന്ന വെച്ച് കേട്ടിക്കളെ വഴി മദ്യവെച്ച് കിടക്കുന്ന പാവം പെൺകുട്ടിന് ആശുപത്രി കൊണ്ടാകാനുള്ള അവൻ ചെയ്ത തെറ്റ് ആരാണ്? എന്താണ് ഇൻസ്പെക്ടർ ഇത്? പോലീസ് സ്റ്റേഷനുള്ള ചന്തയോ? ഇവന്മാരുടെ പേര് വിളിച്ചിട്ട് ചാർജ് എടുക്കണം. ഇതൊക്കെ ഞാൻ ആരാണെന്ന് അറിയാൻ പാടില്ല. പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം രണ്ടിനും പൂട്ടി ഞാൻ. ഇവിടെ നിന്ന് താൻ ഈ ഇവന്മാരല്ല, ഞാൻ തന്നെ കൈകാര്യം ചെയ്യും. മനസ്സിലായി? പിന്നെ ഇവൻ ഇയാളുടെ മകളെ എന്ത് ചെയ്തു എന്നാ പറഞ്ഞ? മദ്യം കൊടുത്ത് മയക്കി. മദ്യമല്ല വക്കീല് പറ, ഇവനെതിരെ ഞാൻ എന്ത് കേസാണ് എടുക്കുന്നത്? ഇപ്പോ അത് പറ. സണ്ണിച്ചേട്ടാ, ഇൻസ്പെക്ടർ സാറ് പറയുന്ന പോലെ കേസിനും പയ്യാവേലിക്കൊന്നും നമുക്ക് പോകണ്ട. പോയാ പിന്നെ അതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും. നമ്മുടെ മോളുടെ കാര്യമല്ലേ? ഇതാരെങ്കിലും പുറത്തറിഞ്ഞ അവൾക്ക് നല്ലൊരു ആലോചന വരും. ജോസൂട്ടി മദ്യപിച്ച് വണ്ടി ഓടിക്കരുതെന്ന് എനിക്കറിയാൻ പാടുള്ളൂ. താൻ ചെയ്ത് തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. താൻ ചെയ്തതാണ് ശരി. അപകടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ആശുപത്രിയിലെത്തി താൻ രക്ഷിക്കാൻ കാണിച്ച ആ ധൈര്യം, ആ മനസ്സ്,
അത് ഞാൻ സമ്മതിച്ചു. ഐ റിയലി അപ്രീഷിയേറ്റ് യു. ഇൻസ്പെക്ടർ സാറ്, ഇനി ഇദ്ദേഹത്തെ വെറുതെ വിട്ടില്ല. കോടതിയിൽ എന്തെങ്കിലും ഫൈൻ ആവുകയാണെങ്കിൽ ഞാൻ കെട്ടിക്കോളാം. ഞാൻ കേട്ടോ സാറേ, ഇയാൾ കെട്ടിക്കോളും. ഇൻസ്പെക്ടർ സാർ, ഇനി ഈ സണ്ണി ജോസുട്ടി ഞാൻ കൊണ്ടുപോകട്ടെ. എനിക്ക് വക്കീൽ സാറോട് മാത്രമായിട്ട് സംസാരിക്കണം. വക്കീലെ, ഇന്നലെ നടന്ന പാർട്ടിക്ക് ഡ്രഗ്സ് കൊണ്ടുവന്നത് സാറിന്റെ മകൾ അശ്വതിയാണെന്ന് മാത്രമാണ് എനിക്കറിയാവുന്നത്. എന്നാൽ അശ്വതിക്കത് എവിടെ നിന്ന് കിട്ടിയെന്ന് നമുക്ക് അന്വേഷിക്കണ്ടേ? സാറത് അശ്വതിയോട് പോയി ചോദിച്ചിട്ട് എന്നോട് പറയോ അതോ? കപ്പേര് വന്നു ഒരു വഴിക്ക് വിട്ട ആ വഴിക്ക് അങ്ങ് പൊക്കോണം. നാട്ടുകാരെ മൊത്തം അന്വേഷിച്ച് നാട് കൂടെ നിലകി കയറി വന്നു. എന്തായി പോയ കാര്യം? ആളെ കണ്ടു, എല്ലാ വിവരവും പറഞ്ഞു. അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇനി ഒരാഴ്ച കാക്കണോ? അച്ഛൻ ഈ ഇടവരെ നടക്കുന്ന കാര്യം വല്ലതും അറിയുന്നുണ്ടോ? കുറച്ചു പേരുടെ പാപങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. കുമ്പസാരസ്യമല്ലേ, എനിക്കത് കപ്പിയാരോട് പറയാൻ പറ്റുമോ? പിന്നെ അന്തോണിയായിട്ടും എന്റെ അടുത്തല്ലോ കുമ്പസാരിക്കാറ്, അതുകൊണ്ട് അതും എനിക്കറിയില്ല. ഈ ഇടവകയിലെ ആൾക്കാർ കുമ്പസാരിക്കുന്ന പാപം മുഴുവൻ എനിക്കും അറിയാം. ഞാൻ പറഞ്ഞതാണ്. ഒന്ന്, കള്ളം പറഞ്ഞിട്ടുണ്ട്. രണ്ട്, അപ്പനെ അമ്മയെ ബഹുമാനിച്ചിട്ടില്ല. എന്നെ മൂന്ന്, ഞായറാഴ്ച കുർബാന മുടക്കിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ? ഇപ്പോഴും അന്തോണിയായിട്ട് ഇതൊക്കെ തന്നെയാണോ പറയുന്നത്? അപ്പനും അമ്മയും മരിച്ചാൽ പിന്നെ അതങ്ങ് കട്ട് ചെയ്തു. പിന്നെ ഹിന്ദി പള്ളിയിലുണ്ട്, അപ്പൊ അതും കട്ട്. ചുരുക്കത്തിൽ നോള നിറച്ചിന് മാത്രം അല്ലേ? അന്തോണിയേട്ടാ എന്താ പറഞ്ഞോട്ടെ? അച്ഛോ, അതിനുള്ള അച്ഛൻ ഞെട്ടും. ആദ്യമൊക്കെ പേര് പറ, എന്നിട്ട് തീരുമാനിക്കാൻ ഞെട്ടണോന്നൊക്കെ. നമ്മുടെ കോസുട്ടിയില്ല, ഇന്നലെ അവനെ പോലീസ് വിളിച്ചു രാത്രി. എന്തിനാണെന്നറിയാവോ? കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചത്. ചിലതൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. ജോസൂട്ടിനെ നമുക്കറിയില്ല. നാട്ടുകാർക്കൊക്കെ എന്താ പറയാൻ കഴിയാത്ത ഒക്കെ ചുമ്മാതായിരിക്കും. പിന്നെ നാട്ടുകാർ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതിൽ ഇച്ചിരി കാര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നു. നമ്മുടെ ഇടവകയിൽ ഒരു കുട്ടിക്ക് മയക്കുമരുന്ന് മാഫിയുമായിട്ട് ബന്ധമുണ്ടെന്ന്. അതൊരു പെൺകുട്ടിക്ക്. ഞാൻ പറഞ്ഞില്ല അച്ഛൻ കേട്ടുവെന്ന്. എട്ട് നില പേരെ രക്കിലെടുക്കുക. നമ്മുടെ ഇടവകയിലെ ഒരു കുട്ടിക്കല്ല, ഒരുപാട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ശീലമുണ്ട്. ഇതൊക്കെ അച്ഛനെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. പക്ഷേ കുറെ കുട്ടികളൊക്കെ അതിന്റെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കി പിന്മാറിയിട്ടുമുണ്ട്. എല്ലാം തലതെറിച്ച പിള്ളേരാ, ന്യൂ ജനറേഷൻ. ജനറേഷനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പേരെ. പാതി കുറ്റം അവരുടെ മാതാപിതാക്കളുടെയാ. അച്ഛൻ എന്താ പറയുന്നത്? ഒരു പ്രായം കഴിഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും ഈ പിള്ളേരെ പറയാൻ നടക്കാൻ പറ്റുമോ? പറ്റും.
സ്വന്തം അപ്പനും അമ്മയും ഈ മക്കളുടെ മനസ്സിലുണ്ടെങ്കിൽ അവർ പോകുന്നിടത്തൊക്കെ അവരും കാണും. അതിനവരെ സ്നേഹിക്കണം, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം, അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കണം. അപ്പൊ ഈ മാതാപിതാക്കൾക്കൊന്നും മക്കളോട് സ്നേഹമില്ലെന്ന് അച്ഛൻ പറഞ്ഞു വരുന്നേ? ഇല്ലെന്ന് ആര് പറഞ്ഞു? സ്നേഹം ഉള്ളതുകൊണ്ടാണല്ലോ മക്കൾ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്. തങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് അല്ലെങ്കിൽ തങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഒന്നും മക്കൾ അറിയാതിരിക്കാൻ അവർ ചോദിക്കുന്നതെല്ലാം എന്ത് വില കൊടുത്തും വാങ്ങിക്കൊടുക്കുന്നവരാ ഇവിടുത്തെ മാതാപിതാക്കൾ. അതൊന്നും സ്നേഹമില്ലാതില്ല. അത് സ്നേഹം കൊണ്ട് മാത്രമല്ല, ഈ പിള്ളേർ ആഗ്രഹിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അവര് നമ്മിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ള ഭയം കൊണ്ട് കൂടിയാ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്വന്തം മക്കളുടെ മനസ്സ് വില കൊടുത്തു വാങ്ങുന്ന പോലെ. അപ്പൊ അച്ഛൻ പറയുന്നത് നമ്മുടെ പിള്ളേർ ചോദിക്കുന്നൊന്നും വാങ്ങിച്ചു കൊടുക്കരുതെന്നാണോ? എന്നല്ല, അവര് ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാമെന്ന് ചിന്തിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. തങ്ങൾക്ക് കുടുംബത്തിൽ യാതൊരു വിലയുമില്ല എന്ന് ചിന്തിക്കുന്ന കുട്ടികളും. എന്തിന്? പരസ്പരം സംസാരിക്കാത്ത കുടുംബങ്ങൾ. ഇവിടെ കുട്ടികൾ മനസ്സ് തുറക്കാൻ പുതിയ കൂട്ടുകെട്ടുകൾ തേടി പോകുന്നു. അതില് നല്ലവരുമുണ്ടാകും, കെട്ടവരുമുണ്ടാകും. തന്റെ പ്രശ്നങ്ങൾക്ക് യാതൊരു പ്രതിവിധിയും ലഭിക്കില്ല എന്ന് കരുതുന്ന കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അഭയം കിടക്കും. മദ്യവെച്ച് നാട്ടിലൂടെ നടന്നാൽ, വീട്ടിൽ കയറി ചെന്നാൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കുമെന്നുള്ളത് കൊണ്ട് കൂടുതൽ പേരും രുചിയും മണവുമില്ലാത്ത മാരകമായ മയക്കുമരുന്ന് തിരഞ്ഞെടുക്കുന്നു. മരണം വരെ സാധ്യമാകുന്ന മയക്കുമരുന്നിന്റെ നരകവാതിൽ അവിടെ തുറക്കുകയാണ്. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഈ പിള്ളേരെ കുറ്റം പറയുള്ളൂ. യുവന്മാർക്കിപ്പോ എല്ലാത്തിന്റെ കുറവാ. പഠിക്കാൻ സൗകര്യമില്ലോ, ഇന്റർനെറ്റോ ടോപ്പോ കൊടച്ചക്കോ ഏതാണ്ടൊക്കെ. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇതൊന്നും ഇല്ലാതെ വെച്ചോ. പക്ഷേ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ആരും ഇത്രയും മോശമായിട്ടില്ല. ശരിയാ കപ്പേരെ. പണ്ടത്തെ തലമുറയ്ക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ കുറവായിരുന്നു, പക്ഷേ അവർക്ക് നശിക്കാനുള്ള സൗകര്യങ്ങൾ കുറവായിരുന്നു. എന്നാ ഇന്നത്തെ പിള്ളേർക്ക് ഇത് രണ്ടിനുള്ള സൗകര്യം ഒരുപോലുണ്ട്. പിന്നെ ഈ പിള്ളേരിൽ അധികവും ഇവര് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാതെ ചെയ്യുന്നൊന്നുമല്ല. ഈ മയക്കുമരുന്നിന്റെ അടിമത്തത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ വീടെന്ന സ്വർഗത്തെ കുറിച്ച് അവൻ ഓർക്കാറില്ല. അവിടെ തന്നെയും കാത്തിരിക്കുന്നവരുടെ മുഖം അവന്റെ മനസ്സിൽ തെളിയാറില്ല. മയക്കുമരുന്ന് ഉപയോഗിച്ച് മദ്യപിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്തവരായി നാശത്തിന്റെ പടുകുഴിയിൽ പോകുന്നതിന് മുമ്പ് തന്റെ കുടുംബമാകുന്ന സ്വർഗത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ, ആ സ്വർഗവാതിൽ അവനായി തുറന്നു വെച്ചിട്ടുണ്ടെന്ന് ചിന്തിച്ചാൽ, ഈ നാട്ടിലെ ഒരു മക്കളും ഒരു മകളും നരക കവാടത്തിലേക്ക് നടന്നു കയറില്ല. കപ്പേരെ ശരിയാ, നമ്മുടെ കുടുംബം തന്നെയാണ് യഥാർത്ഥ സ്വർഗം. പക്ഷേ അത് നരകമാക്കുന്നതും നമ്മൾ തന്നെയാണ്. എന്നാലും എനിക്ക് സങ്കടമുള്ളത്, നമ്മുടെ ജോസൂട്ടിന്റെ അവന് എത്ര പെണ്ണ് കണ്ടതാണ്. എന്തെങ്കിലും നടന്നോ? ഇന്നലത്തെ കാര്യവും ഈ നാട്ടിലറിഞ്ഞാൽ ആരെങ്കിലും അവന് പെണ്ണ് കൊടുക്കുമോ? അതൊന്നും ഓർത്ത് കപ്പേര് വേവലാതിപ്പെടണ്ട. എന്റെ തമ്പുരാൻ ഈ ഇടവകയിലുള്ളവർക്ക് നല്ലതേ വരുത്തുള്ളൂ. ഞാൻ തീരുമാനമാണ്. ജോസൂട്ടി
എനിക്കറിയാൻ ജോസൂട്ടി. ജോസൂട്ടി നല്ലവനാ. ഇത് എന്റെ മകൾ. അവളെ മനസ്സിലാക്കാൻ ഞാൻ അല്പം വൈകിപ്പോയി. സ്വന്തം മകളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? ഞാൻ പിന്നെ നല്ലൊരു അപ്പനാണോ? വിവാഹം അച്ഛൻ തീരുമാനിച്ചു. അങ്ങനെ ജോസൂട്ടിയുടെ ആ കൊച്ചു സ്വർഗത്തിലേക്ക് ഇനി ആലീസും കൂടെ. ദൈവത്തിന് സ്തുതി.